ഓൾവേസ് ട്രൈ ടു ബി എ സ്റ്റുഡൻറ്. എനിക്ക് തോന്നുന്നു അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്. നമുക്ക് ഇപ്പൊ അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ യു മേ ഹാവ് ആൻ ഈഗോ ഇഷ്യൂ. അപ്പൊ അവിടുന്ന് അതിന് ബ്രേക്ക് ചെയ്യാനുള്ള കാര്യം ട്രൈ ചെയ്യാം. ഈഗോ ഉള്ള ആൾക്കാർ എപ്പോഴും അവർ പഠിക്കില്ല, അവരെപ്പോഴും എപ്പോഴും ഡിഫെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. കാരണം എന്താ, നമ്മൾ എന്ത് പറയുമ്പോഴേക്കും ഓക്കെ ഞാൻ അങ്ങനെ വിചാരിച്ചായിരുന്നു, അല്ലെങ്കിൽ ഞാൻ എന്ന് പറഞ്ഞ ഭാവം ഇങ്ങനെ ഉള്ളിൽ കിടന്നുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ അത് എല്ലാ ആസ്പെക്റ്റിലും ഈഗോ നമ്മൾ എഫക്ട് ചെയ്യും. ഇപ്പോൾ നമ്മുടെ റിലേഷൻഷിപ്പിലാണെങ്കിൽ പോലും നമ്മൾ ചിലപ്പോൾ ഒരു പാർട്ട്ണർ, ഹസ്ബൻഡും വൈഫ് ആണെങ്കിൽ പോലും ഇപ്പം ഞാൻ എപ്പോഴും നമ്മുടെ ഒരു പാർട്ട്ണറിനെ ഓവർകം ചെയ്യും, ഞാൻ നിന്നേക്കാൾ എനിക്ക് അറിവ് കാണിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് അതൊരു എല്ലാ ആംഗിളിലും എഫക്ട് ചെയ്യുന്ന ഒരു സാധനം നമ്മളൊന്ന് ഡീപ്പായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ അല്ലേ. പിന്നെ ഈഗോ ഉള്ള ആൾക്കാരാണ് ഏറ്റവും പെട്ടെന്ന് ബേൺ ഔട്ട് ആവുന്നത്. കാരണം അവർ തോൽക്കണത് മറ്റുള്ളവരെ പേടിച്ചിട്ട്, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് എന്താണ് തോന്നുക എന്നുള്ളതാണ് അവരുടെ തോറ്റത് വിഷമത്തിനേക്കാളും അല്ലേ. അത് ഉറപ്പായിട്ടും യെസ്, അത് ബുക്ക് ഒരു രസമുള്ളൊരു ബുക്കാണ്. അതെ.